ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇത് നമ്മളെ താഴെ ഭാഗത്തുള്ള തോട്ടിക്ക് വീണതാണ് 2 പട്ടിക്കുട്ടികൾ. അപ്പോൾ ഞാൻ രാവിലെ കിച്ചണിക്ക് വന്നപ്പോഴേ അവരെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. കരച്ചിൽ കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയതാട്ടോ. അപ്പോൾ ഈ തോട്ടിലിങ്ങനെ വള്ളി പെനഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാൻ വയ്യാതെ അങ്ങനെ ഭയങ്കര കരച്ചിലേനി. അപ്പോൾ അതൊക്കെ ഞാനൊരു വടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയൊക്കെ ആക്കി കൊടുത്തു. അല്ലാതെ കൈ കൊണ്ട് എടുക്കാൻ എനിക്കൊരു എന്തോ പോലെയാണ് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ പൂച്ചക്കുട്ടികളെയും അതേപോലെ അങ്ങനത്തെ പട്ടിക്കുട്ടികളൊന്നും കൈ കൊണ്ട് തൊട്ടിട്ടില്ല. എനിക്ക് എന്തോ ഒരു ഗതികേടാണ് ഇതിന്. ഇഷ്ടമാണ്, ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ കൈ കൊണ്ട് എടുക്കാൻ എന്തോ ഒരു ഇടങ്ങേറാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ പിന്നെ എണീറ്റ് വന്നപ്പോൾ അവരെ കരച്ചിൽ കേട്ടപ്പോൾ അവരും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ മക്കൾക്ക് പിന്നെ അങ്ങനത്തെ മടിയൊന്നുമില്ല കേട്ടോ. സഹജീവി സ്നേഹം കുറച്ച് അധികമുള്ള കൂട്ടത്തിലാണ് എൻ്റെ 3 മക്കൾ. കാരണം പിന്നെ നമ്മളെ മഞ്ജുമോള്, റിച്ചുമോന്, ഹൈഫക്കുട്ടി, പിന്നെ ചിഞ്ചുമോക്ക് പിന്നെ സ്നേഹമൊക്കെ ഉണ്ട് സഹജീവികളോട്. പക്ഷേ ഇതേപോലെ എൻ്റെ പോലെയാണ്, കൈ കൊണ്ട് പിടിക്കാനൊക്കെ കുറച്ച് ഗതികേടാണ് കേട്ടോ. അപ്പോൾ ഇതാ മഞ്ജുമോള് വന്നപ്പോൾ ഒറ്റളെ കരച്ചിൽ കേട്ടിട്ട് പിന്നെ വെച്ചാൽ ഞാൻ അതിന് എടുക്കട്ടെ ചോദിച്ചു എന്നോട്. അപ്പോൾ എന്തായാലും ഏറ്റവും എടുത്ത് വെക്കണം, അല്ലാതെ അവർക്ക് ആ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ കഴിയൂല, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കൈ കൊണ്ട് തൊടാൻ പറ്റൂല മഞ്ജു എന്നൊക്കെ പറഞ്ഞപ്പം അവൾ ഗ്ലൗസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടാണ്ട് അതിനെടുത്തിട്ടുണ്ട്. പിന്നെ ഐഫക്കുട്ടി മദ്രസക്ക് പോകാനേ കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഓളി കരച്ചിൽ കേട്ടാണ്ട് ഓളും വന്നത്. അപ്പോൾ ഒന്നിനെ ഓൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുപ്പായ ഇടാത്തി നിങ്ങളൊന്നും പറയരുത് കേട്ടോ. പിന്നെ കുട്ടികളല്ലേ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഓൽക്കൊരു ഇടങ്ങാറല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പിന്നെ കുപ്പായ ഇട്ട് വന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുപ്പായ ഇട്ട് വരുമ്പോൾ നിറ്റങ്ങൾ പാവണ്ട് ഇവിടെ കറന്ന് കരയാണെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഓളും ഒന്നിനെ എടുത്തിട്ടുണ്ട്. എടുത്ത് പുറത്തേക്ക് വെച്ചാൽ പിന്നെ അയിറ്റുള്ള അമ്മ വന്നാണ്ട് കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ പിന്നെ തോട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇതിലേറെ കുറച്ച് വലിപ്പമുള്ളൊരു പട്ടിക്കുട്ടി ചാടിയിട്ടുണ്ടേനി. അന്ന് നല്ലോണം വെള്ളം ഉണ്ടേനി. അപ്പോൾ അത് ഒഴുകി പോവില്ല, എന്നാൽ ആ വെള്ളത്തിൽ കടന്നിട്ട് ഇങ്ങോട്ട് ആകെ ഇടങ്ങേറായിന് കേട്ടോ. അന്നും ഇതേപോലെ തന്നെ മഞ്ജുമോളനെയാണ് അതിനെടുത്താണ്ട് പുറത്തേക്ക് എടുത്ത് ചീനിയത്. അപ്പോൾ ഇപ്പോൾ ഒരു കരച്ചിലൊക്കെ മാറിയിട്ടോ. അപ്പോൾ സന്തോഷമായിക്കണ്. അപ്പോൾ പിന്നെ അവിടുന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ ഇനി ഒരതിലെ അങ്ങനെ കളിച്ച് നടന്നോളൂ, ഓരോ അമ്മമാരൊക്കെ വന്നിട്ട് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇനി ഓരോ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് സ്കൂൾക്കും മദ്രസക്കൊക്കെ പോകാൻ നേരം വൈകും. അപ്പോൾ ഐഫക്കുട്ടിക്ക് മദ്രസ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് വന്നിട്ട് ഓളോട് കുളിക്കാനൊക്കെ പറഞ്ഞ് മഞ്ജുമോള് പിന്നെ കുറച്ച് നേരം ഓടി കൂടെ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അയിറ്റുള്ള അമ്മ വന്നാൽ പിന്നെ ഓടിക്കളി അവിടെ നിന്നോളും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് പിന്നെ പോന്നു കേട്ടോ. അവിടുന്ന് നമ്മളെ വീടിൻ്റെ നേരെ താഴെ എല്ലാ തോട്ടിൽ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കിച്ചണ് പുറത്തായതുകൊണ്ട് കിച്ചണിക്ക് നല്ലോണം വരെ സൗണ്ട് കേൾക്കും. അതുകൊണ്ട് അങ്ങനെ വന്ന് നോക്കിയതേനി ഞാൻ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കാൻ വന്ന സമയത്താട്ടോ ഒരു കരച്ചിൽ കേട്ട് പോയിനത്. അപ്പോൾ അങ്ങനെ അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം ഞാൻ അപ്പം തന്നെ വെച്ചിട്ടുണ്ടേനി. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ദോശമാവുണ്ട്. അപ്പോൾ വേഗം അതുകൊണ്ട് 2 ദോശ ചുട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഐഫക്കുട്ടിക്കും റിച്ചുവിനും രാവിലെയാണ് കേട്ടോ മദ്രസ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചത് പുട്ടേയും. അപ്പോൾ പുട്ടിന് പൊടി നനച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ കുട്ടികൾക്ക് പോകാൻ നേരം വൈകണ്ട വിചാരിച്ചിട്ട് ദോശമാവ് ഉണ്ടേനി ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ട് 2 ദോശ ചുട്ട് കൊടുക്കുക ഒരുക്കുമെന്ന് വിചാരിച്ചു. ദോശ അങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓരങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഇന്ന് നിങ്ങളോട് ലൈക്ക് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലേ. ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചില കൂട്ടുകാരൊക്കെ മറന്നു പോകും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ FB പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. FBയിലും നമ്മളിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഐഫക്കുട്ടിക്ക് ഞാൻ ചായയും ദോശയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓളിതാ ചായയും ദോശയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റിച്ചുമ്പോൾ ചായ കുടിച്ച് കയറിപ്പോയിട്ടോ. പിന്നെ നമ്മളെ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് അപ്പുറത്തെ തൊടിയിലൊരു മാങ്ങ ഉണ്ട് കേട്ടോ. ഈ നാടൻ മാങ്ങ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടത്. അപ്പോൾ അത് ഈ ചെറിയ മാങ്ങയ്ക്കാരം, പക്ഷേ മധുരവും പുളിയും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു മാങ്ങയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ പഴുത്ത് ചാടിയിട്ടുണ്ടാവും. അപ്പോൾ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ ഒരു പൊറുക്കി കൊണ്ടുപോകും. ചിലപ്പോൾ ഞാൻ പൊറുക്കും കേട്ടോ അതേപോലെ. അപ്പോൾ ഇന്ന് ഇതുകൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് ഞാൻ അത് പൊറുക്കാൻ നിന്നത്. കാണാനിത് ചെറുതാണെങ്കിലും പിന്നെ മധുരവും പുളിയൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് കേട്ടോ. പിന്നെ കഴമ്പൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചോട്ടിൽ വന്നിട്ട് കുറച്ച് പെറുക്കി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനി. അപ്പോൾ ഇപ്രാവശ്യം മാമ്പഴ പുളിശ്ശേരി അല്ല കേട്ടോ, വേറൊരു ഐറ്റം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പെറുക്കിയെടുത്തതാണ് ഞാൻ. ഇതാട്ടോ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പഴുത്തതാണ് വിചാരിച്ചിട്ട് നല്ല മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു വെള്ള കളറ് പോലെ ഇക്കാരം. ഇപ്പോൾ ഏതായാലും ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം.
അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ അവിടെ പെറുക്കി കൊണ്ടുപോയൊക്കെ വെച്ചു. പിന്നെ അതാ പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ടേനി. പിന്നെ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ട് ചുട്ടെടുക്കുകയാണ്. ദോശ കുറച്ചുള്ളേനി കേട്ടോ. അപ്പോൾ പിന്നെ അത് തികയിലുണ്ടാവില്ല. കുട്ടികൾ സ്കൂൾക്ക് പോകണമല്ലേ. അപ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇടങ്ങേറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐഫക്കുട്ടിൻ്റെയൊക്കെ സ്കൂളിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാവും. പുട്ടൊന്നും ചുട്ടെടുക്കാൻ അധികം സമയം വേണ്ടല്ലോ അല്ലേ, പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നമ്മളിവിടെ പുട്ടുകുറ്റി നിറച്ചെടുക്കണതിൻ്റെ മുന്നേ തന്നെ ഗ്യാസ് മേൽ തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ടാവും. ഇനി വേഗം ഇത് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് പുട്ടുകുറ്റി വെച്ച് കൊടുത്തപ്പോൾ തന്നെ ആവിയും വന്നിട്ടുണ്ട്. അങ്ങനെ പുട്ടൊക്കെ കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് പിന്നെ വേവിക്കാൻ വെച്ചും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ വേഗം അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അരിയൊക്കെ ഇട്ടുകൊടുത്ത് വന്നപ്പോൾ തന്നെ പുട്ടിനും ആവി വന്നിട്ടുണ്ടേനും. അങ്ങനെ പുട്ടും കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മമ്പയർ ഉണ്ടാക്കണം. മമ്പയർ കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് അങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നത്, ഉപ്പേരി അല്ല കറി അല്ലാത്ത കോലത്തിലാക്കിയിട്ട്. അപ്പോൾ പുട്ടും കടലയല്ല എല്ലാവരും ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ പുട്ടും മമ്പയറും ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂൾക്ക് കൂട്ടാൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ മമ്പയറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ മമ്പയർ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ലേനി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം വേണ്ടി വരും വെന്ത് കിട്ടണമെങ്കിൽ. രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിലും 1-2 വിസിലടിച്ചാലും മമ്പയറൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരു 3-4-5 വിസിലൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതവിടെ അടച്ച് വെച്ചിട്ട് ഗ്യാസ് മേൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെന്താൽ പുട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ എടുക്കുക വിചാരിച്ചിട്ടോ. പിന്നെ അതാ ഞാൻ ഒരു 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഞാനൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കാബേജ് അരിഞ്ഞെടുത്തപ്പോൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിങ്ങനെ വെള്ളം ബീച്ചിയ പോലെ ഉണ്ടാവുമെന്ന്. അത് കുറച്ച് ചെറുതാകുമ്പോൾ അങ്ങനെ വെള്ളം ബീച്ചിയ പോലെ തോന്നുകയാണ്. പക്ഷേ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റും കേട്ടോ. അപ്പോൾ സവാള ഞാൻ അതിലിട്ടിട്ട് ഇതേപോലെ അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഇഷ്ടമാണ്, പെട്ടെന്ന് വാടിക്കിട്ടും സവാള. നമ്മൾ കത്തി കൊണ്ട് അരിയുമ്പോൾ കുറച്ച് കനമൊക്കെ ഉണ്ടാവും. അപ്പോൾ വാടിക്കിട്ടാൻ കുറച്ച് ഗതികേടേക്കാരം. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. പിന്നെ ഇതിലേക്ക് 2 മുട്ടയൊക്കെ കുത്തി പറന്നിട്ട് അങ്ങനെ മുട്ട വരട്ടിയതോ ഇനിയിപ്പോൾ സവാള ഉപ്പേരിയോ എന്ത് വേണമെങ്കിലും പറയാം. ഇതാ കണ്ടില്ലേ, നല്ല കുനുകുനായിട്ട് നമുക്ക് ചോപ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചോറ് വന്ന് നോക്കിയപ്പം ചോറ് വേവണുള്ളൂ. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇനി ചോറ് വന്നിട്ട് ഈ അടുപ്പത്ത് ഉണ്ടാക്കുക ഉപ്പേരി എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. പാത്രങ്ങൾ പിന്നെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. രാവിലെ കിച്ചണിൽ പിന്നെ വരുമ്പോൾ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. രാത്രി തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോണതേക്കാരം. പക്ഷേ രാവിലെ കിച്ചണിക്കാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് എടുക്കും. അങ്ങനെ പാത്രങ്ങളുണ്ടാവും ഒരുപാട് കഴുകാൻ. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് കഴുകാൻ നിന്നാൽ ഒരു ലോഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആവണത് അങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ഭാരം തോന്നൂല. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചു. പിന്നെ ഇപ്പോൾ മുറ്റൊന്നും രാവിലെ അടിക്കാനും മുറ്റത്ത് അങ്ങനെ ഒരുപാട് ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പുല്ലുണ്ട് കേട്ടോ. പുല്ല് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യണോണ്ട് പുല്ലിങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇനി പുല്ല് പറിക്കാൻ നിൽക്കണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ മമ്പയർ വെന്തിക്കണോ നോക്കി. അപ്പോൾ മമ്പയർ വെന്തിട്ടുണ്ടേനി. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കാണ് കേട്ടോ. ഇനി ഞാൻ അവിടെ ആ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞിട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് അതിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മളെ മമ്പയർ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസമാണ്. ഉമ്മ രാവിലെ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിരിക്കണ് പറഞ്ഞു. അപ്പോൾ ഇനി ഉമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, മഞ്ചേരിയിൽ എത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മാങ്ങ കൊണ്ടുള്ള റെസിപ്പി ഒന്നും ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ല ഇനി. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറും വന്നിട്ടുണ്ട്. ഇനി ചോറ് വന്നപ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള കൂട്ടാനാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണം തന്നെയാണ്. നമ്മൾ ഉള്ളിക്കൂട്ടാനൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ഇങ്ങനെ ചെറിയ സവാള ആക്കി എടുത്തു എന്നുള്ളൂ. നമ്മൾ സ്കൂൾക്കൊക്കെ പോയിനൊന്നും അധികം ഇതന്നെ കാരം കൂട്ടാൻ. എൻ്റെ അമ്മ അധികം ഇതന്നെയായിട്ട് ഉണ്ടാക്കൽ. ഉള്ളി മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടാനേക്കാരം അധികം ദിവസം നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അടച്ചു വെക്കണം കേട്ടോ. അങ്ങനെ തുറന്ന് വെച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് വഴന്ന് നല്ല രീതിയിൽ തന്നെ
സവാളയൊക്കെ വാടി പെട്ടെന്നായി കിട്ടും. പിന്നെ ഈ ഒരു ചട്ടിയിലാകുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്നാവും. നല്ല കനമുള്ള ചട്ടി ആയതുകൊണ്ട് വേഗം സവാളയൊക്കെ വാടി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഉപ്പേരി കൂട്ടാനെന്നൊക്കെ പറയാം. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ഈ ഒരു പിന്നെ ഫ്രൈ പാന് കുറേ ആൾക്കാർ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ചില ആൾക്കാർ വാങ്ങണം, അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിന്. റേറ്റ് നമുക്ക് പറയാൻ അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ റേറ്റ് ചിലപ്പോൾ കൂടും, ചിലപ്പം കുറയും, ചിലപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ചീനച്ചട്ടിയും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ തൂമിക്കാനൊക്കെ എടുക്കൂലേ, അങ്ങനത്തെ ചെറിയൊരു ചട്ടിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ഓഫർ ആയിക്കാരം അത്. ചില സമയത്ത് ഓഫർ ഉണ്ടാവില്ല, വെറും ഫ്രൈ പാൻ മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിച്ചട്ടി അതിൻ്റെ ഒപ്പം കിട്ടും. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിനി, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിക്കണ്. അപ്പോൾ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിനി. അപ്പോൾ എന്നാലും റേറ്റ് എത്ര എത്താന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് റേറ്റ് പറയാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾ ആ ലിങ്ക് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് എത്ര റേറ്റ് എന്നൊക്കെ ഉള്ളത്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഫ്രൈ പാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടം നിങ്ങൾക്ക് വരില്ല. കാരണം നമുക്ക് എപ്പോഴും കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൈ പാൻ തന്നെയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ കുക്ക് ചെയ്തെടുക്കും ചെയ്യാം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ ഉപ്പേരി ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനെ റെഡിയാക്കി എടുക്കുക. തേങ്ങ വറുത്തെടുക്കാനും എല്ലാ കാര്യത്തിനും പറ്റും കേട്ടോ. നമുക്ക് കിച്ചണിക്ക് അത്യാവശ്യം പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൈ പാൻ തന്നെയാണിത്. അപ്പോൾ ദാ നമ്മുടെ ഉള്ളി മുട്ടയൊക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മുട്ടയിട്ടേക്ക് കുത്തി പറന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് 2, 3, 4 ഒക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, നമ്മുടെ തില്ലിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ പിന്നെ കൂട്ടാനൊക്കെ റെഡിയാക്കി എടുത്ത് ഇനിയിപ്പോൾ മക്കളെ പാത്രത്തേക്കൊക്കെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മഞ്ജുമോൾക്ക് ചോറാക്കിയിട്ടുണ്ട്. ഓൾക്ക് പിന്നെ കുറച്ച് മമ്പയർ ഉപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ്റുപാത്രത്തിൽ ചോറാക്കുമ്പം ആ ഒരു ചോറാക്കിയ ആ ഒരു പാത്രത്തിൽ തന്നെ എന്ത് കൂട്ടാനാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് കറിയൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആദ്യത്തെ ആ ഒരു വെളിച്ചെണ്ണയും പിന്നെ ഉപ്പും മുളകും ഒക്കെ താഴെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഒരു ഭാഗത്ത് മമ്പയറും വെച്ച് കൊടുത്ത് ഒരു ഭാഗത്ത് പിന്നെ ഉള്ളി മുട്ടയൊക്കെ വരട്ടിയിട്ടുള്ള ആ ഒരു കൂട്ടാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐഫക്കുട്ടിക്കും റിച്ചുവിനും ഉള്ളി മുട്ടിയിട്ടുള്ള കൂട്ടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് പിന്നെ മമ്പയർ ഉപ്പേരി ഒന്നും ഇട്ട് കൊടുക്കണില്ല. അവർക്ക് അത് വേണ്ടേനും അവർക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് മതി. അവർക്ക് രണ്ടാക്കും ഇപ്പോൾ കൂട്ടാനൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ സ്കൂളിലുണ്ടാവും കേട്ടോ. സ്കൂളിൽ സാമ്പാർ ഉണ്ടാവും, അതേപോലെ മോരുകറിയോ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും, പിന്നെ ഉപ്പേരിയും ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. സ്കൂളിൽ അച്ചാറുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓർക്കുള്ളതൊക്കെ പാത്രത്തിലാക്കി വെച്ചു. ഇനിയിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അപ്പോൾ അതാ ഞാനൊരു കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മമ്പയറും കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. അപ്പോൾ ഇനി നമ്മളെ മാങ്ങ കൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ സമയമില്ല കേട്ടെന്ന്. അപ്പോൾ ഇനി ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നാളെ ഇടുന്നുണ്ട്. ഇന്നിപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് ബാക്കി, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണത് മഞ്ചേരിക്കാണ് കേട്ടോ. അവിടേക്ക് ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. 3:30 ആകുമ്പോഴാണ് നമ്മളോട് എത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 1:30 ആകുമ്പോൾ പോകേണ്ടി വരും. അപ്പോൾ ഞാനിതാ നമ്മളെ ഐഫക്കുട്ടിക്ക് മുല്ലപ്പൂ കോർക്കാണ് കേട്ടോ. അപ്പം മുല്ലപ്പൂ ഒന്നിപ്പോൾ ഞാൻ കുറച്ചേ പറിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ, കുറേ കോർത്തിരിക്കാൻ സമയമില്ല. അങ്ങനെ ഇതാ ഞാൻ മുല്ലപ്പൂവൊക്കെ കോർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐഫക്കുട്ടി ഇതിൻ്റെ ഇടയിൽ മദ്രസിട്ടൊക്കെ വന്നിന് കേട്ടോ. അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടേനി. പിന്നെ സ്കൂൾക്കൊക്കെ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ പോകാനൊക്കെ ഒരുങ്ങി റെഡി ആയപ്പോഴാണ് പറഞ്ഞത് ടീച്ചർ കോപ്പി എഴുതാൻ പറഞ്ഞിനി പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ 2 കോപ്പി ഇന്നലെ രാത്രി എഴുതിയിട്ടുണ്ട്, 4 കോപ്പി എഴുതിയിട്ടില്ല. അപ്പോൾ ഇനി അത് എഴുതട്ടെ മച്ചേ വേഗം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അത് എഴുതാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതിന് ഭയങ്കര മറവിയാണ് കേട്ടോ. ചില സമയത്ത് പിന്നെ ഞാൻ തന്നെ ചോദിക്കും, വരുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ നാളെ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ ചോദിക്കും. അപ്പോൾ ഇത് ഓള് മറന്നിട്ടുണ്ടേനി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓളെ എഴുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഓളെ കൂട്ടുകാരി വന്ന് അങ്ങനെ ഓര് പോയി. പിന്നെ ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനും പോന്നിട്ടുണ്ട്. അപ്പം ഉമ്മാനോട് ഇവിടെ കരുളായിൽ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാൻ പറഞ്ഞേക്കേനി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് നിലമ്പൂരിക്കുള്ള ബസ്സാണ് കിട്ടിയത്. പിന്നെ നിലമ്പൂർ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് മഞ്ചേരിക്കുള്ള ബസ്സിന് പോയി. അങ്ങനെ പിന്നെ മഞ്ചേരി ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് മന കാണിക്കണ ഡോക്ടറെ അടുത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇത് എല്ല് ഡോക്ടറാണ് കേട്ടോ. മൊയ്തീൻകുട്ടി ഉള്ളാട്ടിൽ നിന്നാണ് ഡോക്ടറെ പേര്.
അപ്പോൾ അവിടുന്ന് നേരം പോക്കിന് ഒരു കുട്ടീനെയും കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞാനും ഉമ്മയും 2 സമൂസയും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഉമ്മാക്ക് മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അതേപോലെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പച്ചക്കറികൾ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ കവറിന് 20 രൂപ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഞാനും ഉമ്മയും. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ടാണ് ഞാൻ അത് കാണിക്കണത്. അപ്പോൾ വൈകുന്നേരം ആയിക്കണ് വീട്ടിലെത്തിയപ്പോൾ. വൈകുന്നേരം പറഞ്ഞാൽ മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ സമയം. ഞാനിവിടെ എത്തി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. അപ്പോൾ മഞ്ചേരിയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. പെരും മഴ പറഞ്ഞാൽ പെരും മഴേനും. അപ്പോൾ പച്ചക്കറികളൊക്കെ വാങ്ങിയതൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജൊക്കെ ഒന്നും എടുത്ത് വെക്കാനൊന്നും ഇപ്പോൾ സമയമല്ല. കാരണം ബാങ്ക് കൊടുക്കാനായിക്കണ്. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല റേറ്റ് കൂടിക്കണില്ലേ. തക്കാളിക്കും സവാളക്കൊക്കെ വില കൂടിയിട്ടുണ്ട് ഇപ്പോൾ. ഇതൊക്കെ 20 രൂപൻ്റെ കേട്ടോ. ഈ വെണ്ടയ്ക്കയും തക്കാളിയും ചെറിയ ഉള്ളിയും പിന്നെ കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, സവാള, പിന്നെ ഒരു മത്തൻ്റെ കഷ്ണം അതൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിനത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതൊന്നും എടുത്തു വെക്കാൻ സമയമല്ല. തക്കാളി മാത്രം ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. തക്കാളി ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു വിയർപ്പൊക്കെ തട്ടിയിട്ട് തക്കാളി പെട്ടെന്ന് ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഒക്കെ നല്ലോണം പഴുത്ത തക്കാളി കേട്ടോ. കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ്. ഈ കുഞ്ഞു കുഞ്ഞു തക്കാളി കാണാൻ നല്ല രസമാണ് അല്ലേ. അതേപോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ല രസം തന്നെ ആയിക്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്